ഫ്രണ്ട്സ്, മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു PHC മാത്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ്സുകൾ നിരന്തരം ലഭിക്കുന്നതിന് മാത്തമാറ്റിക്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്വസ്റ്റ്യൻ: ഒരു കച്ചവടക്കാരൻ ഒരു ഡസന് 50 രൂപ നിരക്കിൽ ആപ്പിൾ വാങ്ങുന്നു. അയാൾ അത് ഒരെണ്ണത്തിന് 5 രൂപ നിരക്കിൽ വിൽക്കുകയും ചെയ്യുന്നു. എങ്കിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒരു ഡസന് വാങ്ങിയ വില 50 രൂപയാണ്, വിറ്റത് ഒരെണ്ണത്തിന് 5 രൂപ നിരക്കിലാണ് വിറ്റത്. അപ്പോൾ ഒരു ഡസൻ വിറ്റ വില 12 × 5 60 രൂപയാണ്. ആയതുകൊണ്ട് ലാഭം, പ്രോഫിറ്റ് 60 - 50 10 rupees ആണ്. ഒരു ഡസന്റെ ലാഭമാണ് 10 രൂപ. അപ്പോൾ 12 ആപ്പിൾസ് 12 ആപ്പിളിനാണ് 10 രൂപ ലാഭം കിട്ടിയത്. ആയതുകൊണ്ട് ഒരാപ്പിളിന്റെ ലാഭം കാണാൻ 10/12 5/6 ചെറുതാക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.6. 50 8 പ്രാവശ്യം 6 48, 2 20, 6 3 18. ആയതുകൊണ്ട് 0.83 രൂപ ലാഭം കിട്ടുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. 12 എണ്ണത്തിന്റെ വാങ്ങിയ വില 50, 12 എണ്ണത്തിന്റെ വിറ്റ വില 60. അപ്പോൾ 12 എണ്ണത്തിൽ നിന്ന് കിട്ടിയ ലാഭം 10 രൂപ. ഒരു ആപ്പിളിൽ നിന്ന് കിട്ടിയ ലാഭം 10/12 5/6. അപ്പൊ 0.83. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചാൽ ലഭിക്കുന്ന ഉത്തരം ഏതാണ്? 2/3, 3/5, 5/8. അപ്പോൾ നമുക്ക് ആദ്യം 2/3 വലിയതായിരിക്കും. കാരണം നമുക്കറിയാം അടുത്തടുത്ത സംഖ്യകൾ കൊണ്ട് 2, 3 അങ്ങനെ അടുത്തടുത്ത സംഖ്യ കൊണ്ട് ഭിന്നസംഖ്യ ഉണ്ടാക്കിയാൽ അതാണ് ഏറ്റവും വലുത്. അപ്പൊ ഇനി നമുക്ക് 3/5, 5/8 മാത്രം പരിശോധിച്ചാൽ മതിയാകും. ക്രോസായി മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 8 24, 5 × 5 25. അപ്പോ 5/8 ആണ് രണ്ടാമത് വലുത്. അപ്പോ ഏറ്റവും ചെറുത് 3/5, 3/5, പിന്നെ 5/8, പിന്നെ 2/3. ഇതാണ് ആരോഹണ ക്രമം. 3/5, 5/8, 2/3. നമുക്ക് സംശയമുണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കാം. 3 × 8 24, 5 × 5 25. അപ്പോൾ 5/8 ആണ് വലുത്. 3/5 ചെറുതാണ് 5/8. അടുത്തത് നോക്കാം. അടുത്ത രണ്ടെണ്ണം മാത്രം നോക്കുമ്പോൾ 5 × 3 15, 8 × 2 16. ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 3/5 ചെറുതാണ് 5/8, ചെറുതാണ് 2/3. ഇവിടെ അടുത്തടുത്ത സംഖ്യ കൊണ്ട് ഭിന്നസംഖ്യ ഉണ്ടാക്കിയാൽ ആ ഭിന്നസംഖ്യ മറ്റുള്ളവയിൽ നിന്നും വലുതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു കടയുടെ മുന്നിൽ 15 പേർ ക്യൂ നിൽക്കുന്നു. രഘു മുന്നിൽ നിന്ന് 9ാമനാണ്. ക്യൂവിന്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ രഘുവിന്റെ സ്ഥാനം എത്രയാണ്? അപ്പൊ ക്യൂ ആണ്. രഘു ഇവിടെ നിൽക്കുന്നു. അപ്പോ 8 പേർ മുന്നിലുണ്ട്, 6 പേർ പിന്നിലുണ്ട്. അപ്പോ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ രഘുവിന്റെ സ്ഥാനം 6 + 1 7 ആണ്.
ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മുന്നിൽ 8 പേരുണ്ട്, പിന്നിൽ 6 പേരുണ്ട്. അപ്പോൾ രഘുവിൻ്റെ സ്ഥാനം പിന്നിൽ നിന്ന് 6 + 1 7 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമചതുരത്തിന്റെ ഒരു വശം 3 സെന്റിമീറ്റർ ആണ്. അതിന്റെ വികർണത്തിന്റെ നീളം എത്ര? സമചതുരം അതിന്റെ ഒരു വശം 3 ആണ്. ആയതുകൊണ്ട് അതിന്റെ വികർണത്തിന്റെ നീളം 3√2 ആണ്. വികർണത്തിന്റെ നീളം 3√2 ആണ്. ഏതൊരു സമചതുരത്തിന്റെയും വശം x ആണെങ്കിൽ അതിന്റെ വികർണം x√2. x√2 വശം ഏതാണെങ്കിലും അപ്പോ അതിന്റെ വികർണത്തിന്റെ നീളം x√2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോഡുലസ് x - 1 = മോഡുലസ് x - 3 ആയാൽ x എത്ര? എന്നാൽ x എന്നത് സംഖ്യാരേഖയിൽ 1-നും 3-നും ഇടയ്ക്കാണ്. 1-ന്റെയും 3-ന്റെയും മധ്യബിന്ദുവാണ്. അതായത് x എന്നത് 1 + 3/2 4/2 2 ആണ്. x സംഖ്യാരേഖയിൽ 1-നും 3-നും ഇടയ്ക്കാണ്. സംഖ്യാരേഖയിൽ ഇവിടെ 1 2 3. x എന്ന സംഖ്യ 1-ൽ നിന്നും 3-ൽ നിന്നും ഒരേ അകലത്തിലാണ്. 1-ന്റെയും 3-ന്റെയും മധ്യബിന്ദുവാണ്. x-ൽ നിന്ന് 1-ലേക്കുള്ള അകലവും x-ൽ നിന്ന് 3-ലേക്കുള്ള അകലവും തുല്യമാണ് എന്നതാണ് മോഡുലസ് x - 1 = മോഡുലസ് x - 3 പറയുന്നത്. അപ്പൊ x = 1 + 3/2 4/2 2. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചതുർഭുജം 1 എങ്കിൽ ഷഡ്ഭുജം എത്ര? ഇവിടെ ചതുർഭുജത്തിന് 1 എങ്കിൽ ഷഡ്ഭുജത്തിന് എത്ര? ഇവിടെ വികർണമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബിന്ദുവിൽ നിന്നും ചതുർഭുജത്തിന്റെ ഒരു ബിന്ദുവിൽ നിന്നും വരയ്ക്കാവുന്ന വികർണങ്ങളുടെ എണ്ണം 1. ഷഡ്ഭുജത്തിന്റെ ഒരു ബിന്ദുവിൽ നിന്നും വരയ്ക്കാവുന്ന വികർണങ്ങളുടെ എണ്ണം 3. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ചതുർഭുജത്തിന് 1 എങ്കിൽ ഷഡ്ഭുജത്തിന് എത്ര? വികർണങ്ങളുടെ എണ്ണമാണ് ഇവിടെ പറയുന്നത്. ഒരു ചതുർഭുജത്തിന്റെ ഓരോ ബിന്ദുവിൽ നിന്നും വരയ്ക്കാവുന്ന വികർണങ്ങളുടെ എണ്ണം 1. ഷഡ്ഭുജത്തിന്റെ ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കാവുന്ന വികർണങ്ങളുടെ എണ്ണം 3. PSC പരീക്ഷകളിലെ ഗണിത വിഭാഗം ചോദ്യങ്ങൾ മുഴുവനും ശരിയാക്കുന്നതിന് ഞങ്ങളുടെ മാത്തമാറ്റിക്സ് യൂട്യൂബ് ചാനൽ സ്ഥിരമായി കാണുക. ഞങ്ങൾ ഗണിത ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9446487743 9497645358. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 25 1/2 ഹോൾ സ്ക്വയർ എത്രയാണ്? 25 1/2 ഹോൾ സ്ക്വയർ എന്താണ്? ഇവിടെ 1 1/2 ഹോൾ സ്ക്വയർ സമം 1 × 2 2 1/4. 2 1/2 ഹോൾ സ്ക്വയർ 2 × 3 6 1/4. അടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുക, 1/4 ഇടുക. 3 1/2 സ്ക്വയർ 3 × 4 12 1/4.
5 1/2 സ്ക്വയർ. 5 × 6 30 1/4. അത്തരത്തിൽ 25 1/2 ഹോൾ സ്ക്വയർ സമം 25 × 26 650 1/4 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മൂന്ന് ക്യൂബ് 5/5 7/7 ഇവയെ ഓരോന്നിനെയും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? 3 ക്യൂബ് എന്നാൽ 3നെ 3 പ്രാവശ്യം ഗുണിച്ചതാണ്. 3 × 3 × 3 27. ഇതൊരു ഒറ്റ സംഖ്യയാണ്. ആയതുകൊണ്ട് 27നെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 1 ആണ്. അതുപോലെ തന്നെ 5/5 7/7 ഇവയെല്ലാം ഒറ്റ സംഖ്യകളാണ്. ആയതുകൊണ്ട് ഇവയെല്ലാത്തിനെയും 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 1 ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? 5/5 5/7 5/6. 5/6നെ നമുക്ക് 5 × 5 × 5 × 5 × 5 × 5 6 പ്രാവശ്യം എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് 2 ഗ്രൂപ്പ് ആക്കാം. 5/3 × 5/3. അതായത് 5/3ന്റെ വർഗമായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ പൂർണ്ണവർഗമായിട്ട് വരുന്നത് 5/6 ആണ്. ബാക്കി 5/5 5/7 5/3 ഇവയെ നമുക്ക് ഇത്തരത്തിൽ 2 ഗ്രൂപ്പായിട്ട് ഒരേ എണ്ണമുള്ള 2 ഗ്രൂപ്പായിട്ട് എഴുതാൻ കഴിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 62k എന്ന മൂന്നക്ക സംഖ്യ 3ന്റെ ഗുണിതമാണെങ്കിൽ കെയുടെ സ്ഥാനത്ത് വിലയായി വരാവുന്ന സംഖ്യകൾ. നമുക്കറിയാം 62k. ഒരു സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ അതിലെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമാവണം. ഇവിടെ 6 + 2 8 8 + 1 9 ആവാം. അപ്പൊ k 1 ആവാം. അതുപോലെ തന്നെ 6 + 2 8 + 4 12 3ന്റെ ഗുണിതമാണ്. 4 വരാം. അടുത്തത് 6 + 2 8 + 7 15 3ന്റെ ഗുണിതമാവാം. അടുത്തത് 6 + 2 + 3 11 ഗുണിതമല്ല. അപ്പോൾ കെയുടെ സ്ഥാനത്ത് വരാവുന്ന സംഖ്യകൾ 1 4 7. അതായത് ഓപ്ഷനുകൾ 1 2 4 മാത്രം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നവോദയ എൻട്രൻസ് കോച്ചിങ് രംഗത്ത് മാത്തമാറ്റിക്സ് കഴിഞ്ഞ 26 വർഷമായി ഒന്നാമതായി നിലകൊള്ളുന്നു. മാത്തമാറ്റിക്സിലൂടെ ചേർന്നാൽ നവോദയ എൻട്രൻസ് കരസ്ഥമാക്കാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.